ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ എൽ ഐ സി മാത്രമല്ല ബാങ്കുകളും NRI കസ്റ്റമേഴ്സിന് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ബാങ്കുകൾ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൈൻ ചെയ്യിപ്പിക്കുമായിരിക്കും. LIC പുതിയ പോളിസി ജോയിൻ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഇത് സൈൻ ചെയ്താണ് വാങ്ങിക്കുന്നത്. പഴയ നിങ്ങൾ NRI സ്റ്റാറ്റസിലാണ് പോളിസി ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പോളിസി നമ്പറും പേരും അടക്കം ഒരു ലെറ്ററും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു ഫോമും അയക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അയക്കുന്നത്. ആ ഫോം ഫാറ്റ്ക ഫോം എന്നാണ് പറയുന്നത്. FATCA എന്ന് പറഞ്ഞാൽ ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലയിൻസ് ആക്ട്. ഈ ആക്ട് പ്രകാരവും കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരവും ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അതിൽ പെടുന്നതാണ് LIC. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ടാക്സ് റെസിഡൻസി സ്റ്റാറ്റസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കമ്പൽസറി ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു NRI കൺട്രിയിലാണ്, ഫോറിൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളവിടെ ടാക്സ് അസസി ആണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് യെസ് ആണെങ്കിലാണ് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നോ ആണെങ്കിൽ നിങ്ങളവിടെ ടാക്സ് കൊടുക്കണ്ടാത്ത ആളാണെങ്കിൽ, നോ ആണെങ്കിൽ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റ് ഫോറിൻ കൺട്രിയിൽ ടാക്സ് കൊടുക്കണ്ടാത്ത ആളാണെങ്കിൽ അവിടെ നോ എഴുതി ജസ്റ്റ് അത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. യെസ് ആണെങ്കിൽ ഇപ്പോൾ USA ഇല്ലെങ്കിൽ കാനഡ അവിടെയൊക്കെ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നുണ്ടാവും. അവർക്കത് യെസ് ആയിരിക്കും വരുന്നത്. അത് യെസ് എഴുതുവാണെങ്കിൽ എന്നല്ല, ടാക്സ് കൊടുക്കുന്നവരത് യെസ് ആണ് എഴുതേണ്ടത്. യെസ് എഴുതി കഴിയുമ്പോഴാണ് ബാക്കി ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ആ ഫോമിൽ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പൗസിൻ്റെ പേരുണ്ട്, ഫാദറിൻ്റെ പേരുണ്ട്, ജെൻഡർ എഴുതണം, പാൻ നമ്പർ ഇതിൽ പറയുന്നുണ്ട്. ഫാദറിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് എങ്കിൽ അതെല്ലാ പാൻ കാർഡിലും ഉണ്ട്. അതുപോലെ ആധാർ നമ്പർ, അത് ഓപ്ഷനലാണ്. കാരണം NRIസിന് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അത് മിക്കവാറും അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പാസ്പോർട്ട്, ഇലക്ഷൻ ID, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്. മിക്കവാറും എല്ലാവരും പാസ്പോർട്ടായിരിക്കും കൊടുക്കേണ്ടാവുക. അത് ടിക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അത് പ്രൂഫ് ഐഡൻറ്റിറ്റിയുടെ ഡോക്യുമെൻ്റ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത്. ഇത് പാനും ആധാറും കൊടുത്തിട്ടില്ലെങ്കിൽ അത് മസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആ പാസ്പോർട്ടിൻ്റെ നമ്പർ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ ഒക്യുപ്പേഷൻ ടൈപ്പ്, സർവീസ് ആണോ, ബിസിനസ് ആണോ, അതേഴ്സ് ആണോ. പിന്നെ ഒക്യുപ്പേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് കമ്പൽസറി അല്ല, ആവശ്യമുള്ളവർക്ക് എഴുതിയാൽ മതി, അത് ഓപ്ഷനലാണ്. അതുപോലെ അഡ്രസ് ടൈപ്പ്, നിങ്ങൾ ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത്, അതായത് റെസിഡൻഷ്യൽ ആണോ, ബിസിനസ് ആണോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ രജിസ്റ്റേർഡ് ഓഫീസ്, അത് എവിടത്തെ അഡ്രസ്സാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് ടിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ അഡ്രസ്സ്, അതായത് നമ്മൾ പ്രൂഫ് കൊടുത്ത പാസ്പോർട്ടാണ് കൊടുത്തത് എങ്കിൽ ആ പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് പിന്നീട് ചോദിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൂഫാണോ കൊടുത്തത് ആ പ്രൂഫിലുള്ള അഡ്രസ്സ്. അതുപോലെ കറസ്പോണ്ടൻസ് അഡ്രസ്സ്, നമ്മൾ പ്രൂഫ് കൊടുത്തതിലെ അഡ്രസ്സ് അല്ല കറസ്പോണ്ടൻസ് അഡ്രസ്സ് എങ്കിൽ, ഡിഫറെൻ്റ് ആണെങ്കിൽ അത് കറസ്പോണ്ടൻസ് അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതെല്ലാം നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം. അതുപോലെ കൺട്രി ഓഫ് ബർത്ത്, സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി, ഇതെല്ലാം മണ്ടേറ്ററി ആണ്. ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി എല്ലാം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നതാണ് ഒരു ടിൻ നമ്പർ. അതായത് നിങ്ങൾ വേറൊരു കൺട്രിയിൽ ടാക്സ് റെസിഡൻ്റ് ആണ് എങ്കിൽ അവിടെ ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പം ഇന്ത്യയിൽ പാൻ കാർഡ്, ഇപ്പോൾ US ആണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഞാനിപ്പോൾ ഈ ഫാക്ടയുടെ ഇത് വന്ന് പിന്നെ ഞാൻ ഇന്നലെ ഒരു പ്രൊപ്പോസൽ കംപ്ലീറ്റ് ചെയ്തു NRIയുടെ. അത് US സിറ്റിസൺ ആയിരുന്നു. സിറ്റിസൺഷിപ്പ് മാറിയിട്ടില്ല, US വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ പോളിസിക്കെല്ലാം ഈ ഫാക്ടറിയുടെ ഫോം കമ്പൽസറി ആണ്. US ആവുമ്പോൾ അത് യെസ് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ടിൻ നമ്പർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് അവർക്ക് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ്.
അതുപോലെ പല കൺട്രിയിൽ പലതായിരിക്കും. അതിൻ്റെ ഏകദേശം വരുന്ന കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഷുറൻസ് നമ്പർ, അല്ലെങ്കിൽ സിറ്റിസൺ ഓർ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ, സർവീസ് കോഡ് നമ്പർ, റെസിഡൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ, ഇങ്ങനെ പല കൺട്രിയിൽ പല പേരിലായിരിക്കും അത് വരണ്ടാവുക. ആ നമ്പറും കൊടുക്കണം, അതിൻ്റെ പ്രൂഫും കൊടുക്കണം. ഇപ്പോൾ US ആണെങ്കിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഷെയർ ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇത് പ്രൂഫ് ഇവിടെ മസ്റ്റായിട്ടും കൊടുക്കണം. ഇതിനു മുമ്പ് നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് NRIസിന് GST എക്സംഷനിൽ ചെയ്യണമെങ്കിൽ, അത് NRI അല്ല FNI ആണെങ്കിൽ, അതായത് ഫോറിൻ നാഷണൽ ഇന്ത്യൻ ഒറിജിൻ ആണ് അവരെങ്കിൽ അവർക്ക് GST എക്സംഷനിലാണ് പോളിസി ചെയ്യുന്നത് എങ്കിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നമ്മൾ എഴുതിയും കൊടുക്കണം, അതിൻ്റെ പ്രൂഫായിട്ട് കാർഡും കൊടുക്കണം. അപ്പോൾ പല കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മറ്റും ഞങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പാടില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അത് US ഗവൺമെൻറ് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു പാൻ കാർഡ് ചോദിച്ചാൽ പാൻ കാർഡ് കൊടുക്കുന്ന പോലെയല്ല, അവരത് അത്രയും കോൺഫിഡൻഷ്യലാണ്, ഷെയർ ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഇന്ത്യയിൽ ഇതനുസരിച്ച് അത് നമ്പറും കൊടുക്കണം, അത് ഷെയർ ചെയ്യുകയും വേണം. അത് എനിക്ക് തോന്നുന്നു LICക്ക് മാത്രമല്ല, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിലും കസ്റ്റമേഴ്സ് പറയാറുണ്ട് അത്. പക്ഷെ അതിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു, കാർഡ് കൊടുത്തിട്ടില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ നമുക്കിവിടെ പ്രൂഫും കൊടുക്കണം. ആ കാർഡും ആ പ്രൂഫും മസ്റ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നൊരു ഡീറ്റെയിൽസ് വേണ്ടത്. കാരണം ഇത് ഏജൻറ്റിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. കാരണം അതിപ്പോൾ മെയിൽ അയച്ചാൽ പോലും ഏജൻസ് ആണെങ്കിലും അത് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ആ മെയിലിൽ അത് കിടക്കണ്ടെന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ ഈ ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫോറിൻ നാഷണൽ ഇന്ത്യൻ ഒറിജിൻ ആ കസ്റ്റമേഴ്സിന് GST എക്സംഷനോട് കൂടി പോളിസി ചെയ്യണമെങ്കിൽ മാത്രമാണ് LIC പോളിസി ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി എല്ലാ NRI കസ്റ്റമേഴ്സ് പോളിസി ജോയിൻ ചെയ്യുമ്പോൾ ഇത് കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഇത് കൊടുത്തില്ല എങ്കിൽ, അതായത് LICക്ക്, ഇപ്പോൾ LICക്ക് ആണെങ്കിലും ബാങ്കുകൾക്കാണെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പം നമ്മൾ കൊടുത്തില്ല എങ്കിൽ അവർ ഫോറിൻ കൺട്രിയിൽ ടാക്സ് പേ ആണ് എന്നുള്ള അസംഷനിൽ LIC ആ വിവരം കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് അയച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ ടാക്സ് അസസി അല്ല എങ്കിൽ ജസ്റ്റ് അത് നോ എഴുതുക, സൈൻ ചെയ്യുക, നിങ്ങളുടെ ഏജൻറ്റിന് അയച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ബ്രാഞ്ചിലാണോ ആ ബ്രാഞ്ചിൻ്റെ മെയിൽ ID അതും വിത്ത് നിങ്ങളുടെ ID പ്രൂഫ്, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഏതാണോ നിങ്ങളുടെ TIN നമ്പറോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ അതിൻ്റെ പ്രൂഫ് അടക്കം മെയിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫോം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വീടുകളിലേക്ക് സെൻഡ് ചെയ്ത് വരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ കിട്ടുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ LICയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഫാറ്റ്ക ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. LICയുടെ സൈറ്റ് ID www.licindia.in. അതിൽ നിന്ന് നമുക്ക് അവിടെ ഫോംസിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LIC ഏജൻറ്റിൻ്റെ അടുത്ത് ആ ഫോം ഒന്ന് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടാവും, അവർ മെയിൽ ചെയ്ത് തരും. അപ്പോൾ ഇത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലർക്കും ഇതൊരു സംശയമുണ്ട്, ഇത് എന്തിനാണ്, അത് ഫ്യൂച്ചറിലേക്ക് വരും. എനിക്ക് തോന്നുന്നു ഡബിൾ ടാക്സേഷൻ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരിത്. ഇപ്പം ഇത് കളക്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയ പോളിസികൾക്ക് ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റാണ്. ഇനി എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്മളിപ്പോൾ കൊടുത്തില്ലെങ്കിലും ഇത് അസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി കിട്ടുന്ന സമയത്ത് എല്ലാം ഇത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു വിവരശേഖരണം മാത്രമാണ് നടക്കുന്നത്. അത് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൊടുക്കുന്നത് മസ്റ്റാണ്. അത് LIC ഏത് ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും, ഇപ്പോൾ LIC മാത്രമല്ല, ബാങ്കുകൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ NRIs നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടേത് ഏതാണോ, ടാക്സ് റെസിഡൻ്റ് ആണെങ്കിൽ യെസ് എഴുതുക, ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രൂഫ് കൊടുക്കുക. നോ ആണെങ്കിൽ ജസ്റ്റ് നോ മാത്രം എഴുതി സൈൻ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്പറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ്, അതായത് പാർട്ട് 2 അഡീഷണൽ ഡിക്ലറേഷൻ ടു ദ സെൽഫ്
സർട്ടിഫിക്കേഷൻ ഫോം, അങ്ങനെ ഒരു പേജ് ആണ് അടുത്തത്. അതിൽ കുറച്ച് കൺട്രീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ കൺട്രീസിലുള്ളവർ മാത്രമാണ് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഫോം ഏത് ആക്ട് പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 285BA അതിൽ റൂൾസ് 114F to 114H ഇത് റെഫർ ചെയ്താൽ ഇത് പ്രകാരമാണ് നമ്മൾ ഈ ഫോം നിങ്ങൾക്ക് അയക്കുന്നത്. അതും ഈ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ആൻഡ് അണ്ടർടേക്കിങ്സ് എന്നും പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ താഴെ സിഗ്നേച്ചർ ചോദിച്ചിട്ടുണ്ട്, നെയിം ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഇതിൽ അത് ഫില്ല് ചെയ്യേണ്ട ഫോം ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് 4th പേജിലായിരിക്കും. ഇനി നിങ്ങൾ എടുക്കുന്ന പ്രിൻ്റ് ഔട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ 4th പേജിലോ 5th പേജിലോ ആയിരിക്കും സൈൻ ചെയ്യേണ്ടി വരുന്നത്. അത് നോക്കാം, അവിടെ എഴുതിയിട്ടുണ്ട്, സിഗ്നേച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെയാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.